19 ഇടവക ദേവാലയങ്ങൾ പങ്കെടുക്കുന്ന ജപമാല റാലി 15-ന് വൈകിട്ട് വൈക്കം ടൗണിൽ. ക്രിസ്തുരാജൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഈ മാസം 15-ന് വൈക്കം സെൻറ് ജോസഫ് ഫൊറാന പള്ളിയുടെ കീഴിലുള്ള 19 ഇടവക ദേവാലയങ്ങൾ പങ്കെടുക്കുന്ന ജപമാല റാലി വൈക്കം ടൗണിൽ നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫൊറാന പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ ആഘോഷമായിട്ട് നടത്തുന്നതാണ് വൈക്കം വെൽഫെയർ സെൻ്ററിൽ. ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 14,000-ഓളം ആളുകൾ എല്ലാ ഇടവുകളിൽ നിന്നുമായിട്ട് എത്തുമെന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനമായ ഒരു കാര്യം. ഈ റാലിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് നടത്തുക, വളരെ ഭക്തി നിർഭരവുമായിട്ടാണ് നടത്തുക. ബഹളങ്ങളൊന്നുമില്ലാതെ ഭക്തി നിർഭരമായിട്ടാണ് നടത്തുക. ഇത് ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് കത്തോലിക്കാ സഭയിൽ. സാധാരണഗതിയിൽ ഇത് നവംബർ അവസാനത്തെ ഞായറാഴ്ചയാണ് വരിക. പക്ഷേ ഡിസംബർ 1-ന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളാണ് ഈ ഞായറാഴ്ച വരുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയാണ് സാധാരണഗതിയിൽ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുക. ഇത് ലോകമെമ്പാടും കത്തോലിക്കാ സഭയിലുള്ളതാണ്. ഇത് ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തിരുനാളാണ്. ഈ രാജാവ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു ചിന്തയിലല്ല, ഒരു ആധ്യാത്മിക ചിന്തയിലാണ്. അങ്ങനെ ഒരു തിരുനാൾ ആരംഭിക്കുന്നത് 1925-ലാണ്. വൈക്കം നഗരത്തെ ഭക്തിസാന്ദ്രമാക്കുന്ന ജപമാല ചൊല്ലിയുള്ള പ്രദർശനത്തിൽ 19 ഇടവകകളിലെ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. 15-ന് വൈകിട്ട് 5-ന് വെൽഫെയർ സെൻ്ററിൽ നിന്നാണ് ജപമാല റാലി പുറപ്പെടുന്നത്. വിശുദ്ധിയുടെ വഴിയിൽ പരിശുദ്ധ കന്യാമറിയത്തെ സ്തുതിച്ച് നഗരം ചുറ്റി നീങ്ങുന്ന റാലി രാത്രി 7-ന് വെൽഫെയർ സെൻ്ററിൽ സമാപിക്കും. പേപ്പൽ പതാക, മുത്തുക്കുടകൾ, വർണ്ണക്കുടകൾ, വചനം എഴുതിയ പ്ലക്കാർഡുകൾ എന്നിവ റാലിയിൽ അണിനിരക്കും. 19 ഇടവകകളിൽ നിന്നുള്ള എല്ലാ വൈദികരും ബഹുമാനപ്പെട്ട ഫൊറോന വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ എല്ലാ വൈദികരും ഒരുമിച്ച് കൂടി വിശുദ്ധ ബലി അർപ്പിക്കുന്നു. വിശുദ്ധ ബലി അർപ്പണത്തിന് ശേഷം ബഹുമാനപ്പെട്ട പോൾ മോറേലിയസ് നൽകുന്ന സന്ദേശം, അതിനെ തുടർന്ന് വൈക്കം വെൽഫെയറിൽ നിന്നിറങ്ങി കച്ചേരി കവലയിൽ നിന്ന് കൊച്ചി കവല കൂടി KSRTC സ്റ്റാൻഡ് വഴി ബോഡ്ജെട്ടി ജംഗ്ഷനിലൂടെ വൈക്കം വെൽഫെയർ സെൻ്ററിലേക്ക് എത്തിച്ചേരുന്ന ജപമാല റാലിയും അതിനെ തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും. അങ്ങനെയാണ് തിരുക്രമങ്ങൾ എല്ലാം തീരുക. അപ്പോൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ തിരുക്രമങ്ങളിലേക്കും ജപമാല റാലിയിലേക്കും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഇത് എല്ലാ ഫൊറോനയിലും ഇത് ഏറ്റവും നല്ലൊരു ആഘോഷമാണ്, അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കത്തക്ക വിധത്തിൽ സംപ്രേഷണം ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുക കൂടെ ചെയ്യുന്നു. റാലിയിൽ പങ്കെടുക്കാൻ വിശ്വാസികളുമായി വരുന്ന വാഹനങ്ങൾ മനേത്ത് സ്കൂൾ, കായലോര ബീച്ച്, ബീച്ച് റോഡ്, ഐശ്വര്യ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യണം. റാലിക്ക് ശേഷം വിശ്വാസികളെ കൊണ്ടുപോകാൻ സംഗമസ്ഥലമായ വെൽഫെയർ സെൻ്ററിൽ വാഹനങ്ങൾ എത്തിച്ചേരണം. ജപമാലയുടെ മുന്നോടിയായി വെൽഫെയർ സെൻ്ററിലെ ക്രിസ്തുരാജൻ്റെ തിരുനാളും ആഘോഷിക്കുമെന്ന് ഫൊറാന പള്ളി വികാരി ഫാദർ ഡോക്ടർ ബർക്കുമാൻസ് കോട്ടയ്ക്കൽ, ടൗൺ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഞാഴിയാൻപാറ, ഡയറക്ടർ ഫാദർ ഏലിയാസ് ചക്യാത്ത്, ജനറൽ കൺവീനർ മാത്യു ജോസഫ് കോടാൽച്ചിറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജപമാല റാലിയുടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം 4,000-ഓളം വിശ്വാസികൾ പങ്കെടുക്കുന്ന ഈ പരിപാടി വൈക്കത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെടെ ഏകദേശം 4,000 പേര് പങ്കെടുക്കുന്നതിൻ്റെ എല്ലാ ക്രമീകരണ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. റാലി കൊച്ചുകാല വഴി കറങ്ങി തിരിച്ചെത്തുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട ലഘുഭക്ഷണവും മറ്റും നമ്മൾ കരുതിയിട്ടുണ്ട്. എല്ലാവരെയും ഈ ക്രിസ്ത്യാനി തിരുനാളിലേക്ക് ഡിസംബർ 15 ഞായറാഴ്ച ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായിട്ട് അറിയിക്കുന്നു. വിഷൻ ന്യൂസ് വൈക്കം.